നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഞാനൊരു അപ്പം സിബിമലയിൽ ചെയ്യുന്ന സിനിമ, അപ്പോൾ ചേക്കേറാനൊരു ചെല്ല. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നു. അതേമന്ന് ചേച്ചി, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ലാൻഡ് ഫോണിൽ വിളിച്ചു. ഞാൻ സുകുമാരിയാണ്, പടം എടുക്കുന്നതാണ്. അതെ അതെ ചേച്ചി, എനിക്ക് വേഷമില്ലേ? ഞാൻ പറഞ്ഞു അല്ല അത് നോയിക്കോ, അതൊന്നും പറ്റില്ല, ഞാൻ അവിടെ വരും. അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു വേഷത്തിന് ഫിക്സ് ചെയ്തു. അവർ ഒന്നുമില്ല, ഒരു ബാഗും പെട്ടി എടുത്തിട്ട് അവരവിടെ വരും, അവരവിടെ താമസിക്കും, നമ്മൾ കൊടുക്കുന്ന മുറിയിൽ താമസിക്കും, നമ്മുടെ കൂടെ. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ച നല്ലൊരു കാര്യമാണ്, സിനിമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ തോന്നുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ആ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി, കുറേ കാലങ്ങൾക്ക് മുമ്പല്ലേ. അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയാണ് എല്ലാ ഒരു എത്ര ഭാഷയിലാണെന്നറിയാം. നമ്മൾ ഇപ്പൊ ടി വിയില് ഇപ്പം ഈ ഡിജിറ്റൽ സ്പേസിൽ കാണാം. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ സർഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് അതേ പരിചയമുള്ള ഒരാൾ നിൽക്കുന്നതെന്ന് തോന്നുന്ന പോലെ ചില തെലുങ്ക് പടങ്ങളിൽ കാണാം, ചില തമിഴ് പടങ്ങളിൽ കാണാം. അതിൽ തന്നെ എല്ലാ തരം വേഷങ്ങളും ഇങ്ങനത്തെ ബംഗാളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാക്കക്കോയിൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ വളരെ ചെറുപ്പക്കാരിയായിട്ട് അഭിനയിക്കുക. അത് എത്രയോ അമ്മ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ജഗതി ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള വേഷത്തിൽ. അതിനു മുമ്പ് എത്രയോ സിനിമകളിൽ ഇവരുടെയൊക്കെ അമ്മയൊക്കെ ആയ ശേഷം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇപ്പൊ ഷീലാമ ഇവിടെ എപ്പിസോഡിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നസീർ സാറിന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നു, ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചി, 6 to 9 അമ്മ, പിറ്റേന്ന് രാവിലെ നസീർ സാർ അച്ഛൻ എന്നൊക്കെ പറയുന്നൊരു മാറ്റമുണ്ട്. എന്ന് പറഞ്ഞ പോലെ സമീപകാലങ്ങളിൽ കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങൾക്കുള്ളിൽ അങ്ങനെ മാറി ചെയ്തിട്ടുള്ള ഒരാളായിട്ട് എപ്പോഴും തോന്നുന്ന ഒരാള് സുകുമാരി അമ്മ തന്നെയാണ്. പിന്നെ ഈ അല്ലാതെ ഈ സ്റ്റേജ് ഷോകള്, ഡാൻസ് പരിപാടികള്, പാട്ട് കച്ചേരികള്, ഇങ്ങനെയുള്ള രീതികളിലും ഈ ഷോയ്ക്കൊക്കെ പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡയറക്ടർ പുള്ളിയാവും. എല്ലാ ആളുകളും വിളിച്ച് ചെയ്യിപ്പിക്കുന്നതും റിഹേഴ്സൽ ചെയ്യിപ്പിക്കുന്നതും ചിലപ്പോ മേക്കപ്പ് കോസ്റ്റ്യൂമർ ആവും, എല്ലാം ആവും. ചേച്ചി കൂടെ എത്ര എനർജി എവിടെ നിന്നാണെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഈ കുയിലിനെ തേടി എല്ലാരും ചൊല്ലിടുന്നൊക്കെ പറയുന്ന ചില പാട്ടുകളാണ് കൂടുതലും സ്റ്റേജിൽ ആ സമയത്ത് മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. സുകുമാരി അമ്മയെ വെച്ച് ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ കമൽ സാർ ഇപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നു. അച്ഛന ടീച്ചർ എന്ന് പറയുന്ന ഒരു പടമുണ്ട്, മധുസാർ നിർമ്മിച്ച് PN മേനോൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി സാരി ചേച്ചിയുടെ സ്വന്തം സാരി ഉടുത്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നുപോയി. ഷൂട്ടിംഗ് ഒറ്റ കാരണം കൊണ്ട് മുടങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത്. അപ്പോൾ ചേച്ചി എന്നെ സേവ് ചെയ്യാനായിട്ട് മധുസാറൊക്കെ വഴക്ക് പറയും, മേനോസാറൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി ആ സാരി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ കണ്ടിന്യൂറ്റി ഡ്രസ്സ് കൊണ്ടുവന്നൊരു ഓർമ്മ എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ആ രീതിയിൽ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ നിന്നാണ്. പിന്നീട് വേറെയും സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സേതുമാ സാറിൻ്റെ സിനിമകളിലൊക്കെ സുകുമാരി ചേച്ചി പ്രധാന വേഷങ്ങളിൽ എന്ന് വെച്ചാൽ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആരോരും അറിയാതെ അങ്ങനെയുള്ള സിനിമകളിൽ. ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോഴും കുറേ സിനിമകളിൽ ചേച്ചി എൻ്റെ പടത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും സുകുമാരി ചേച്ചിയെ ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷവുമുണ്ട്. കാരണം ഈ പുതിയ തലമുറ ഒരുപക്ഷെ ചേച്ചിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ഇത്തരമൊരു പരിപാടിയിലൂടെ വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഓർമ്മകൾ എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.